ആംബുലൻസ് ഇപ്പോൾ അജയ് റോയിയുടെ മൃതദേഹവുമായി ആശുപത്രിയിലേക്ക് പോവുകയാണ്. അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. ജാർഖണ്ഡിലേക്ക് അജയ് റോയിയുടെ മൃതദേഹം തിരികെ കൊണ്ടുപോവുകയും ചെയ്യും. ഒരു നാടിൻ്റെ ഒരു വീടിൻ്റെ ഒക്കെ പ്രതീക്ഷയായി നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുത്ത് തിരികെ മടങ്ങേണ്ടിയിരുന്ന അജയ് റോയി നിർഭാഗ്യവശാൽ പയ്യനാമണ്ണിലെ ക്വാറി ദുരന്തത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ജീവൻ തിരികെ പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ വളരെ ധീരമായ രക്ഷാപ്രവർത്തനമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ ടാസ്ക് ഫോഴ്സിലെ അംഗങ്ങളും NDRFിലെ അംഗങ്ങളും നടത്തിയത്. അത്യന്തം പ്രതികൂലമായ കാലാവസ്ഥയിലും മുകളിൽ നിന്ന് പാറ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യത്തിലും NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഉദ്യോഗസ്ഥർ വളരെ ശ്രമകരമായ ദൗത്യം പൂർത്തിയാക്കി. പക്ഷേ നമുക്ക് അജയ് റോയിയെ ജീവനോടെ തിരികെ എത്തിക്കാൻ സാധിച്ചില്ല. അജയ്യുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പോകുന്നതിന് വിദൂര ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ജീവിതത്തിൻ്റെ ഒറ്റയടി പാതയിലൂടെ കടന്നുപോയ എത്രയെത്ര മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നതാണിത് എന്ന് പ്രേക്ഷകർ ഓർമ്മിക്കൂ. കേരളത്തിലേതുപോലെ ഒരു നാട്ടിൽ വന്ന് തിരികെ ജീവിതം കരുപ്പിടിപ്പിക്കാനെത്തിയ ജാർഖണ്ഡ് സ്വദേശിക്ക് സംഭവിച്ച ദുരന്തമാണ്. മറ്റൊരു തൊഴിലാളി ഒഡീഷ സ്വദേശിയാണ്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹവും നമ്മൾ ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ മൃതദേഹവും വഹിച്ചുകൊണ്ട് ആംബുലൻസ് ആശുപത്രിയിലേക്ക് പോവുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിയാണ് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ നമുക്ക് അജയ് റോയിയെ തിരികെ എത്തിക്കാൻ സാധിച്ചില്ല. ആംബുലൻസ് ആശുപത്രിയിലേക്ക് പോവുകയാണ്. ടാർപോളിനിൽ പൊതിഞ്ഞ മൃതദേഹം ലോങ് ബൂം എക്സ്കവേറ്ററിൻ്റെ കൈകളിൽ വെച്ച് കൊടുക്കുമ്പോൾ തീർച്ചയായും മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലമായതിൻ്റെ നിരാശ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാവും. വളരെ പ്രതികൂലമായ കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകം ഈ ഘട്ടത്തിൽ നമ്മളുടെയൊക്കെ ആദരവ് അർഹിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അജയ്യെ തിരികെ ജീവനോടെ എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും വലിയ വേദന. ഈ സന്നാഹങ്ങളെല്ലാം ഈ തൊഴിലാളികൾക്ക് വേണ്ടി നമ്മൾ നടത്തിയ തെരച്ചിലിന് വേണ്ടി അവിടെ അറേഞ്ച് ചെയ്തതാണ്. ഒടുവിൽ ആംബുലൻസ് അജയ് റോയിയുടെ മൃതദേഹവുമായി മടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ തേടിയ അജയ് കുമാർ റോയി ഒരു ഓർമ്മ മാത്രമായി തീർന്നിരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിമിഷത്തിലാണ് അജയ് റോയിയെ നമുക്ക് ജീവനോടെ തിരികെ കണ്ടെത്താൻ സാധിച്ചില്ല. പകരം അജയ് റോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രവീൺ, മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനമാണ്. എല്ലാ സന്നാഹങ്ങളും നമ്മൾ ഒരുക്കി. എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ തന്നെ അജയ് റോയിയെ കണ്ടെത്തണം എന്നുള്ളത് ഉറപ്പിച്ച രീതിയിലായിരുന്നു രക്ഷാപ്രവർത്തനം. ഏറെ പ്രതികൂലമായ സാഹചര്യങ്ങളിലുണ്ടായി. മുകളിൽ നിന്ന് മണ്ണ് തുടർച്ചയായിട്ട് ഇടിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടു. ഇടയ്ക്ക് ചാറ്റൽ മഴ പെയ്തതും കാറ്റടിച്ചതുമൊക്കെ പ്രതികൂല അവസ്ഥ സൃഷ്ടിച്ചു. രാവിലെ തന്നെ 4 ഉദ്യോഗസ്ഥർ ഇറങ്ങിയെങ്കിലും അപ്പോൾ തന്നെ വലിയ രീതിയിൽ പാറക്കെട്ടുകൾ ഇടിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എല്ലാ പ്രതികൂലമായ കാലാവസ്ഥയും അതിജീവിച്ചല്ലേ രക്ഷാപ്രവർത്തനം അവർ പൂർത്തിയാക്കിയത്. നിർഭാഗ്യവശാൽ ജീവനോടെ കണ്ടെത്താനായില്ലെങ്കിൽ പോലും. അതെ അരുൺ, നമുക്ക് ഇവിടെ രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്ന NDRF സംഘാംഗങ്ങളെയും അഗ്നിശമന സേനയുടെ സ്പെഷ്യൽ ടാസ്ക് ടീമിനെയും അവരെ സമ്മതിച്ചേ പറ്റുകയുള്ളൂ. കാരണം ഇന്ന് നാം പല ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് തങ്ങൾ എന്തിനും റെഡിയാണ്, എന്തിനും തയ്യാറാണ്, ഈ നിമിഷം വേണമെങ്കിലും അവിടേക്ക് ഇറങ്ങാൻ തയ്യാറാണ്. പക്ഷേ മനുഷ്യസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല ആ വലിയ പാറക്കൂട്ടം അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത്. അതിന് മുന്നിൽ മാത്രമാണ് രക്ഷാദൗത്യത്തിൽ ഉൾപ്പെട്ട സംഘാംഗങ്ങൾ നിസ്സഹായരായത്. പക്ഷെ അവർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു വരും. കാരണം ഇന്ന് രാവിലെ ഈ ദൗത്യം തുടങ്ങി അല്പസമയത്തിന് ശേഷം അത് നിർത്തിവെക്കേണ്ടി വന്നെങ്കിലും അവർക്ക് പൂർണ്ണ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അത് ദൗത്യം നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും, പൂർണ്ണമായും അദ്ദേഹത്തെ ആ ക്യാബിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ഒരു മണിക്കൂറുകൾ നീണ്ട ദുഷ്കരമായ രക്ഷാപ്രവർത്തനം വിഫലമായി. നമുക്ക് അജയ് കുമാറിനെ ജീവനോടെ പുറത്തെത്തിക്കാൻ സാധിച്ചില്ല. മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്.